പത്തനംതിട്ട കലഞ്ഞൂരിൽ പുലി വീട്ടിലേക്ക് ഓടിക്കയറി വളർത്തുനായെ പിന്തുടർന്നാണ് പൊന്മേലി രേഷ്മയുടെ വീട്ടിലേക്ക് പുലി ഓടിക്കയറിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. വിവരങ്ങൾ നൽകാൻ ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അരുണ്യ, ഇന്ന് വൈകിട്ട് ഒരു 3:30 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. വളർത്തുനായ, ഈ വീട്ടിലെ വളർത്തുനായെ പിന്തുടർന്നാണ് ഈ പുലി വീട്ടിലേക്ക് ഓടിക്കയറിയത്. ഈ പുലി വീട്ടിലേക്ക് ഓടിക്കയറുന്ന സമയം വീട്ടിൽ ഒരു സ്ത്രീയും അവരുടെ 2 ചെറിയ കുട്ടികളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പുലി തുടർന്ന് ഇവർ ബഹളം വെച്ചതോടെ, കുട്ടികളും ഈ സ്ത്രീയും ബഹളം വെച്ചതോടെ വീട്ടിൽ നിന്നും തിരിഞ്ഞിറങ്ങി ഓടുകയായിരുന്നു. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയുടെ കാൽപ്പാടുകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. 3:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. പുലിയുടെ തന്നെ കാൽപ്പാടുകളാണെന്ന കാര്യവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോന്നി പാടം വനമേഖലയിൽ നിന്നാണ് ഈ പുലി എത്തിയതെന്നാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗ ശല്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ കലഞ്ഞൂർ ഭാഗം. ആരെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു. പുലിയുടെ സാന്നിധ്യവും മുൻപ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തലനാരിലേക്കാണ് ഈ സ്ത്രീയും അവരുടെ കുട്ടികളും, 2 ചെറിയ കുട്ടികളാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരും രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. ഈ പുലി ഇറങ്ങിയ ഭാഗത്ത് കൂടടക്കം സ്ഥാപിക്കാനാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ചീഫ് അയൽ വാർഡിന്റെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്ന കാര്യം നടുവത്തുമൊഴി റേഞ്ച് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രദേശത്തെ ജനങ്ങൾക്കാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാനമായ സംഭവം, അതായത് ഇനിയും ഈ പുലിയുടെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ ഈ രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ചെറിയ കുട്ടികളൊക്കെ തന്നെ വീട്ടിൽ തന്നെ തുടരണമെന്നുള്ള നിർദ്ദേശമടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. എന്തായാലും സ്ഥിരമായി വന്യമൃഗ ശല്യം ഉണ്ടാകുന്ന കാടിനോട് ചേർന്ന പ്രദേശം തന്നെയാണിത്. എന്തായാലും 3:30 കൂടിയായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായത്. തലനാരിഴയ്ക്ക് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയും 2 ചെറിയ കുട്ടികളും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ, അരുണ്യ. അതെ, കലഞ്ഞൂരിലാണ് വളർത്തുനായെ പിന്തുടർന്നെത്തിയ പുലി വീട്ടിനകത്തേക്ക് ഓടിക്കയറിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.